ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു യമ്മി മസ്റ്റ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോണത് ഞാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ 750 ഗ്രാം ബീട്രൂട്ടാണ് എടുത്തേക്കണേ. പിന്നെ അര സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12-13 ചുവന്ന ഉണക്കമുളകുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ്, സാമ്പാർ പരിപ്പ് കുതിർത്തിയെടുത്തത് ഒരു 50 ഗ്രാം കഷ്ടി ഉണ്ടായിരിക്കും. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തത്, പിന്നെ ഒരു പിടി വേപ്പില. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ തോരൻ, വെറൈറ്റി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് ഓയിൽ ചൂടാകുമ്പോൾ അതിൽ കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് അത്യാവശ്യം നന്നായി പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന്, എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ സവാള 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്താൽ മതി. സവാള ഇപ്പോൾ പകുതി വഴന്ന് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഉണക്കമുളക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ വേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ ജീരകം ഇട്ട് കൊടുക്കുക. ഇത്രയും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം അത്യാവശ്യം നന്നായിട്ട് ഈ ചതച്ച മുളകും ബാക്കി സവാള ഒന്നും പകുതിയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഒന്നുകൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നാലും മുഴുവനാവണ്ട, ഏകദേശം ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി. മുളകൊക്കെ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നാളികേരം ചിരകി വെച്ചതും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ നാളികേരം ഏകദേശം നന്നായിട്ട്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മുളകൊന്നും മുഴുവനായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നാളികേരം ഒന്ന് കുറച്ച് ബ്രൗൺ കളറാവുന്ന വരെ ഒന്നും കൂടി നമുക്കത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ മുളകും എല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടും. അതിന് ഈ സമയത്താണ് കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാതും ഒന്ന് നന്നായി മൂത്ത് നല്ലൊരു ഇത് വരണ വരെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ തോരനൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് ഇങ്ങനെ നല്ല ഇതായിട്ട് കിടക്കും. ഇത് മാത്രം, ഇതൊരു കറിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ നാളികേരമൊക്കെ ഒന്ന് ഇതായിട്ട് ആ സമയത്ത് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്, ഇതിപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം മൂത്തുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബീട്രൂട്ടിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ ഈ തോരൻ വയ്ക്കുമ്പോൾ, ഏത് തോരനായാലും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. ഉപ്പേരി ആയാലും തോരനായാലും എന്തായാലും അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ഇപ്പോൾ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് വഴറ്റണ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കണം. അതായത് ആദ്യം നമ്മൾ ആ സവാള വഴന്ന് കിട്ടാനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്, നമ്മുടെ ബീട്രൂട്ട് തോരൻ വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ആരും മറന്നു പോകണം എല്ലാവരും. അപ്പോൾ അതൊന്നും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.